Jesus, you have always been with me. No matter where I was, you found a way to show up. നൽവരങ്ങളെ നൽകിടുക സർവനന്മകൾ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ അങ്ങ് ചെയ്ത വലിയ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോട് ഞങ്ങളെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾ വിളിക്കുവാൻ കഴിയാതിരുന്നു. എന്നാൽ അതിനുവേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ കൂടുവാനിടയായത്. എന്നാൽ അതിലൊക്കെ ഉപരി ഇന്ന് ആക്ച്വൽ ഇങ്ങനൊരു സംഭവം ഇന്ന് മാറ്റേണ്ടതായ ഒരവസ്ഥ വന്നു. എങ്കിലും അത് മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ വയ്ക്കുക അല്ലെങ്കിൽ പാട്ടിൻ്റെ ഒരു വലിയൊരു ഫങ്ഷൻ ആക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കും. കാരണം ഞങ്ങളോടൊപ്പം ജോൻ്റെ ഫ്രണ്ട് ഞങ്ങളുടെ കുടുംബ സുഹൃത്തുമായ ടോപ്പിക് സ്കൂളിൻ്റെ ട്രഷററായ ജിജി എന്ന് പറയുന്നത് ഇവിടെ ഇന്നലെ രാത്രി പെട്ടെന്ന് വെളുപ്പിന് ഈ ലോകം വിട്ടു പോകാനിടയായി. അത് ഞങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ ഹൗസ് സർജന് വളരെ വേദനാജനകമാണ്. ആയതുകൊണ്ട് ഞങ്ങൾ ഇത് ഇങ്ങനെ ഒരു വലിയൊരു ഫങ്ഷനായി പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് വന്നവരെല്ലാം കൂടി നമ്മുടെ ഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് 7 മണിക്ക് മുമ്പ് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും അവസാനിച്ച് പോകും. ആയതുകൊണ്ട് ഞങ്ങളുടെ ഹൗസ് സർജൻ്റെതായ എല്ലാ അനുശോചനങ്ങളും നമ്മുടെ ജോയിന് കല്യാണം കഴിച്ച് ഫസ്റ്റ് ഡേയിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. ശരിയാണെന്ന് നമുക്കറിയാം. വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ മോളും വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നന്മ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോയലിന് നന്മ ലഭിച്ച ഈ സുദിനം, ഇന്നലത്തെ സുദിനം അത് ഇങ്ങോട്ട് ഞാൻ അതൊക്കെ കടമെടുക്കുക. ഈ സമയത്ത് എല്ലാവരും ചേർന്ന്, പ്രത്യേകിച്ച് ടോപ്പിക് ഹൗസ് ചർച്ചായിട്ട് എല്ലാവരും ചേർന്ന് ഈ നവകുടുംബത്തെ അനുമോദിക്കുകയും ദൈവം നിങ്ങൾക്ക് എല്ലാ നന്മകളും തരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ഞാൻ ജോയലിനെ റെപ്രസെന്റ് ചെയ്താണല്ലോ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ജോയലിനെ ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അതൊക്കെ നന്ദികേടായിരിക്കും. ജോയല് ആരോപണ കൂട്ടായ്മകൾക്ക് സൗകര്യമില്ല. അങ്ങനെ ആ സമയത്ത് കൊണ്ടല്ലോ ഞങ്ങളുടെ ഹൗസ് ചർച്ചിന് ദൈവത്തിന്റെ കൃപയാൽ ആ ഒരു ഇത് ഉണ്ടായില്ല. കാരണം ബിക്കോസ് ഓഫ് ജോയലിന്റെ ബ്രെയിനാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ജോയല് ഇലക്ട്രോണിക് മീഡിയയിൽ കൂടി സൂം ആയിട്ട് ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് കൂട്ടായ്മയുടേതായിട്ടുള്ള ആ അനുഭവം ഞങ്ങൾക്ക് ലഭിച്ചു, സന്തോഷം ലഭിച്ചു. ഈ ജോയലിനെ പറ്റി പറയാൻ എനിക്ക് ഒരു എക്സ്ട്രാ ഇതുകൂടുണ്ട്. കാരണം ജോയലിനെ എനിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ നിക്കറും ഷർട്ടും ആ പ്രായം തൊട്ടേ എനിക്കറിയാം. അതുപോലെ തന്നെ ജോയലെ ഞാൻ പഠിപ്പിച്ച, ഞാൻ 30 വർഷം വർക്ക് ചെയ്ത ടോക്കിച്ച് പബ്ലിക് സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അപ്പം ആ രീതിയിലും എനിക്ക് ജോയലിനെ അറിയാം. അവിടെ ആയിരുന്ന സമയങ്ങളിൽ വളരെ മാതൃകയുള്ള നല്ല ക്രിസ്തീയ സാക്ഷ്യം നിർവഹിച്ച് നല്ലൊരു പൈതലായിട്ട് ജീവിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം നമുക്ക് ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളെ പറ്റി പറയാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ഇത് വരും. പക്ഷെ ജോയലിനെ സംബന്ധിച്ചിടത്തോളം 100% നല്ല കുട്ടിയായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു ജോയലിനൊപ്പം. അങ്ങനെ എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. യു ആർ സോ ലക്കി. അങ്ങനെ ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരാളിനെ ഭർത്താവായി ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് എല്ലാ രീതിയിലും. ജോയലിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, ടെക്നിക്കൽ സ്കില്ലുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോണ്ട്, ജോയൽ ഞങ്ങളുടെ ഒരു ടെക്നിക്കൽ അഡ്വൈസറാണ്. കാരണം ഈ സീനിയർ സിറ്റിസൺസ് ആയ ഞങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്. ജോയലിനെ വളരെ ചെറുപ്പത്തിലേ എനിക്കറിയാം. നല്ലൊരു ചെറുപ്പക്കാരനാണ്, വേറെ ശീലങ്ങളൊന്നുമില്ല. വളരെ ചെറുപ്പം തൊട്ടേ എനിക്കറിയാം. അവർക്ക്
കല്യാണത്തിന് എല്ലാ മംഗളാശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. ജോയിൻ്റെ ആവശ്യത്തിന് വേണ്ടി വരാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറയും. കാരണം കുറേ കാലം ഇതേപോലെ ആളുകളെ കണ്ടിട്ട് കാണുന്നത് കുറവാണ്. പിന്നെ ജോയിനെ കുറിച്ച് അറിയാവുന്ന ക്ലാസ് കേട്ടില്ല. വേറെ ഒന്നുമല്ല, എപ്പോഴും ടി വിയിൽ കാണുന്ന ആളാണ്. എപ്പോഴും ഏത് സമയത്തും കേൾക്കാം. എല്ലാവർക്കും ദൈവത്തിനോട് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ കൊടുക്കുന്നുണ്ടാവും. ഒപ്പം നിൽക്കണം. ആ ഒരു ഭാഗം എന്ത് കാര്യത്തിൽ തന്നെ ഒപ്പം നിൽക്കണം. ഞാനും എൻ്റെ ഭാര്യയായിട്ട് ഒപ്പം നിൽക്കാറുണ്ട്. ഞാൻ ഒറ്റക്കാരെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്കറിയാം കോവിഡ് കാലത്ത് എല്ലാവരും ഒപ്പം വരാൻ പറ്റില്ല.